യുവജനോത്സവം എന്ന ചിത്രത്തിൽ മോഹൻലാൽ ഹീറോ ആയിരുന്നെങ്കിലും ഞങ്ങളെല്ലാവരും ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സായിട്ട്, ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ, ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്ന കുറേ പിള്ളേരെന്നുള്ള നിലയ്ക്ക് അശോകനുണ്ട്, ഞാനുണ്ട്, ഞങ്ങളുടെ മാസ്റ്ററായിട്ട് അഭിനയിക്കുന്ന മണിയമ്പിള്ള രാജുണ്ട്, ഞങ്ങളെല്ലാവരും ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ളൊരു കഥയായിരുന്നു അത്. അപ്പോൾ അതിൽ എൻ്റെ കഥാപാത്രം ഓമനക്കുട്ടൻ എന്ന് പറയുന്നൊരു മാരാറാണ്. അപ്പം ഞാൻ വളരെയധികം വാചകടിക്കുന്ന ഒരു ആളായിട്ടാണ് ആ കഥാപാത്രം. എന്ന് വെച്ചാൽ ഞാൻ പറയും മാരാരെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഈ പരിപാടി മാത്രമല്ല, ഞങ്ങൾ വലിയ മുതലാളിമാരാണെന്നാണ് ഞാൻ അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ആ സിനിമയിൽ. അപ്പോൾ പക്ഷേ അവസാനം ഒരു പ്രത്യേക ഘട്ടത്തിൽ എൻ്റെ ക്യാരക്ടറിനെ കാണാതെ ആവുകയാണ്. ഇവിടെ നിന്ന് വെച്ചാൽ എൻ്റെ എന്തോ ഒരു എഴുത്ത് വന്നിട്ട് ഞാൻ വീട്ടിലേക്ക് പോകുന്നു. പിന്നെ കുറേ കാലം എൻ്റെ ക്യാരക്ടർ ഇല്ല ആ പടത്തിൽ. അങ്ങനെ മോഹൻലാൽ എന്നെ അന്വേഷിച്ച് വരികയാണ്, ഓമനക്കുട്ടൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരികയാണ്. അപ്പോൾ അവിടെ ആ നാട്ടിലൊക്കെ വന്ന് അന്വേഷിക്കുന്നു, ഇങ്ങനെ വലിയ മറ്റേ കാറൊക്കെ ഉള്ളത്. അപ്പം നാട്ടുകാർ ചോദിക്കും, അവർക്ക് മനസ്സിലായി, ആർക്കാരും മനസ്സിലായില്ല ആ ഓമനക്കുട്ടനാണെങ്കിൽ മറ്റേ മാരാറാണെങ്കിൽ അവനാ അമ്പലത്തിൽ പാടി അവിടെ നിൽപ്പുണ്ടാവും, അവിടെ പോയാൽ കാണാൻ പറ്റും എന്ന് പറയുമ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആ പാട്ടിലേക്കാണ്. ഞാൻ അമ്പലത്തിൻ്റെ നടയിലിരുന്ന്, കാരണം അഷ്ടിക്ക് വകയില്ലാത്തൊരു കുടുംബത്തിലാണ്, പക്ഷെ വെറും വാചകം മാത്രമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അഷ്ടപതി പാടുന്നതായിട്ടൊരു ഗാനമാണ് ആ സിനിമയിലൊരു അഷ്ടപതിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്, പ്രളയപയോധി ജലേ എന്ന് പറഞ്ഞ്. ഇതിൻ്റെ റെക്കോർഡിങ് എനിക്ക് ഓർമ്മ വരാണ്, അധികം ആളുകളൊന്നുമില്ല. രവിയേട്ടനാണ് മ്യൂസിക്, രവീന്ദ്രനാണ്. ഇന്നത്തെ വളരെ പ്രശസ്തനായ സംഗീത സംവിധായകൻ വിദ്യാസാഗറാണ് അന്ന് വൈബ്രോഫോണും ഒരു ഇടയ്ക്കയും മാത്രമേ ഉള്ളൂ. ശ്രീധരൻ മാരാരെന്ന് പറഞ്ഞാൽ അന്ന് മദ്രാസിലെ പാട്ടുകൾക്കൊക്കെ ഇടയ്ക്കയും ചെണ്ടയുണ്ടെങ്കിൽ അദ്ദേഹമാണ് വരിക. അദ്ദേഹത്തിൻ്റെ ഇടയ്ക്കയും വിദ്യാസാഗറിൻ്റെ വൈബ്രോഫോണും മാത്രം വെച്ച് ഞാൻ ഞാനും അങ്ങനെ എടുത്തൊരു ഗാനമാണ് പ്രളയപയോധി ജലേ എന്ന ഈ രാഗമാലിക. പ്രളയപയോധി ജലേ ധൃതവാനസീദം വിഹിതവഹിത ചരിത്രമഖേദം കേശവാധൃത മീനശരീര ജയ ജഗദീശ ഹരേ ജയ ജഗദീശ ഹരേ. क्षितिरति विपुलतरे तव तिष्ठति पृष्ठे धरणि धरणकिल चक्रगरिष्ठे केशवाधृत कच्छपरूपा जय जगदीश हरे जय जगदीश हरे. लसति दशन शिखरे धरणी तव लग्ना शशिनि कलंग कलेव निमग्ना केशवाधृत सूकर रूपा जय जगदीश हरे जय जगदीश हरे. ബന്ധുക്ഷേത്രങ്ങൾ എന്ന സിനിമ എടുക്കാൻ തീരുമാനിക്കുക. അതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായി. എനിക്ക് ഒരു സംഗീത സംവിധായകൻ, മലയാളത്തിൽ പ്രഗത്ഭനായ ഒരു സംഗീത സംവിധായകൻ, എൻ്റെയൊക്കെ പിന്നാലെ വന്ന ഒരു സംഗീത സംവിധായകൻ്റെ ഒരു പടം ചെയ്യുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ ഒരു സംവിധായകൻ്റെ പടമാണ്. അപ്പം മുള്ളൻസിൽ കമ്പോസിങ്. അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹം ഒരു ട്യൂൺ തന്നു, ട്യൂൺ ഇട്ട് എഴുതാം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ട്യൂൺ ഇടാതെ ഞാൻ 3 സിറ്റുവേഷനുള്ളൂ, 3 പാട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ നോക്കൂ, അത് ട്യൂൺ ചെയ്ത് നോക്കൂ, ശരിയായില്ലെങ്കിൽ. അപ്പോൾ അദ്ദേഹം സാർ ഇനി പഴയ 70കളിലെ പാട്ടുകൾ ഇനി നിലനിൽക്കില്ല, ആ കാലം കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ട്യൂൺ വെച്ച് നമ്മുടെ ഈ മോഡേൺ ഓർക്കസ്ട്രേഷനൊക്കെ മാറി ഈ ടൈപ്പിൽ പാട്ട് ചെയ്താലേ നന്നാവുള്ളൂ എന്ന് പറഞ്ഞു. ഞാനൊന്നും മറുപടി പറയാൻ പോയില്ല. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ഒരു പാട്ട് അദ്ദേഹം എത്ര പ്രാവശ്യം ആ ട്യൂൺ ഞാൻ എഴുതി കൊടുത്ത ലിറിക്ക് നോക്കാൻ ആ ഡയറക്ടർ പറഞ്ഞു. ലിറിക്ക് വെച്ച് ട്യൂൺ ചെയ്ത് എത്ര ട്യൂൺ ചെയ്തിട്ടും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല, ശരിയാവുന്നില്ല, ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ഇതെനിക്ക് എൻ്റെ ഈണം ഇതാ, ഞാൻ ഈ ഈണത്തിലെ ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് പറഞ്ഞാൽ ആ ഈണം പാടിയപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഈ ഈണം കിട്ടാൽ മതി. അത് സംഗീത സംവിധാനം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല,
കുറച്ച് മാറ്റിയിട്ട് മോഹൻ രാഗത്ത്, ഞാൻ പാടിയത് മോഹനത്തിലാണ്, അപ്പോൾ മോഹൻ രാഗത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ആ ട്യൂണിട്ട് അത് പാടി വലിയ ഹിറ്റാവുകയും ചെയ്തു പാട്ട്. പിന്നീട് അന്ന് അദ്ദേഹം സംഗീത ഹാർമോണിയം അങ്ങ് മടക്കി വെച്ചിട്ട് പറഞ്ഞു നമുക്ക് നാളെ ഇരിക്കാം പറയാം. പോയിട്ട് രാത്രി എന്നെ ഡയറക്ടർ വിളിച്ച് പറഞ്ഞു, അല്ല സംഗീത സംവിധാനം എഴുതുന്ന പാട്ട് ട്യൂൺ ചെയ്യാൻ താല്പര്യമില്ല, ട്യൂൺ തരും. അപ്പോൾ 2 ട്യൂൺ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുമിച്ചിരിക്കേണ്ട കാര്യമില്ലല്ലോ, അങ്ങനെ ട്യൂണിങ് കാസറ്റ് പഠിത്തരാൻ പറഞ്ഞു. ഞാൻ അതിന് എഴുതാം വീട്ടിൽ നിന്ന്. ഞാൻ അവിടെ വരുന്നത് അവിടെ വന്നുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ, കാരണം ഞാൻ എഴുതിക്കൊണ്ട് വന്നല്ലേ ഈ ഒരു കമ്പോസിങ്ങിൻ്റെ ആവശ്യമുള്ളൂ. നിങ്ങൾ ആൾറെഡി ഇഫ് യു ആർ ആൾറെഡി കമ്പോസിങ് എ ട്യൂൺ ഐ ഷുഡ് കം, നിങ്ങൾ കാര്യം ഒരു കാസറ്റ് കൊടുത്തയക്കും. ഞാൻ എഴുതി കാസറ്റിൽ പാടി എ സൈഡിൽ പാടി കൊടുത്താൽ ബി സൈഡിൽ ഞാൻ പാടിത്തരാം, പാടി അങ്ങോട്ട് കൊടുത്തയക്കാം. അപ്പോൾ ട്യൂൺ വരികൾ തെറ്റല്ലെന്ന് മനസ്സിലാവുമല്ലോ. അങ്ങനെ മറ്റ് 2 പാട്ടുകൾ ചെയ്തു. സത്യം പറഞ്ഞാൽ ആ 2 പാട്ട് ഇപ്പോഴും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് ഞാൻ എഴുതുന്ന ഓരോ പാട്ടും ഒരു ട്യൂണിൽ എഴുതുന്നത്. അപ്പം ഞാൻ എഴുതുമ്പോൾ എനിക്ക് വരുന്ന ട്യൂൺ തന്നെ ഇട്ടൊരു പടം എടുത്താറുണ്ട്. അങ്ങനെ ചെയ്ത ബന്ധുക്കൾ സത്യം. അപ്പോൾ ആ പാട്ടിലെ ഹിറ്റായി. അതിൽ മലയാളി പെണ്ണിൻ്റെ മനസ്സ്, മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്, ചാത്തേയ സാരം നിൻ മഹസ്, ശാശ്വതം നിൻ രാഗ തപസ്. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. ഈ മലയാളി പെണ്ണിൻ്റെ മനസ്സെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് മോഹൻ രാഗത്തിൽ തുടങ്ങിയത് ചന്ദ്രകേതു ചന്ദ്രകാന്ത് എന്നുള്ള സ്വാമിയുടെ പാട്ടാണ് എൻ്റെ മനസ്സിൽ, മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ അത് 3 രാഗം ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഖരകരപ്രിയ ഉണ്ട്, സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു രാഗം ഖരകരപ്രിയ. പിന്നെ കാനഡയുണ്ട്, കാനഡയും സ്വാമിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാഗമാണ് കാനഡ. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈശ്വരൻ്റെ ഒന്ന് അത് ആ രാഗത്തിൽ പിന്നെ നമ്മുടെ ബദലക്ഷ്മൺ ചൂണിയ പാട്ട ആ ഈശ്വരൻ്റെ ഒന്ന് ഞാൻ BGM ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും, വസന്തോദയത്തിലും ഗ്രീഷ്മാതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും തെളിയുന്നു സ്ത്രീത്വത്തിൻ നിത്യഭാവം. തെളിയുന്നു സ്ത്രീത്വത്തിൻ നിത്യഭാവം. സത്യമാം കാരുണ്യ സാന്ദ്രനീലം. മലയാളി പെണ്ണെ നിന്റെ മനസ്സ് മലർമേഘത്തിര നീന്തും നഭസ്. ആളുകൾ ഏറ്റുപാടുന്ന പെട്ടെന്ന് ഏറ്റുപാടാൻ പറ്റിയ ഒരു പാട്ട് വേണമെന്ന് തോന്നിയിട്ട് ഞാൻ ഒരു കല്യാണരാഗമായി ചെയ്തപ്പോൾ അതാണ് ആലപ്പുഴ പട്ടണത്തിൽ അതുപോലെ മിതറിയോള് കണ്ണും കടം പറഞ്ഞു. അതും ഞാൻ പ്രത്യേക ഒരു സിറ്റുവേഷനാണ്. കാരണം വെച്ചാൽ കല്യാണരാഗം ആലപിക്കാൻ തുടങ്ങുമ്പോൾ ഒരുത്തരുന്നതിന് താൻ യേശുദാസാവണ്ട, താനെ അങ്ങ് പാടിയച്ചാൽ മതി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഇരുന്നതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആലപ്പുഴ പട്ടണത്തിലുള്ള പാട്ടും. അപ്പോൾ എൻ്റെ ലിറിക്സും അത് ലിറിക്സിനോടൊപ്പം ജനിച്ച സംഗീതവുമായിട്ട് വന്ന പടമാണ് ബന്ധുക്കൾ ശത്രുക്കൾ. അതിൽ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, കണ്ണും കണ്ണും കടം പറഞ്ഞു കടങ്കഥയിൽ മനം പുകഞ്ഞു, കണ്ണും കണ്ണും കടം പറഞ്ഞു കടങ്കഥയിൽ മനം പുകഞ്ഞു, കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി, എന്നെ കൊതിപ്പിച്ചു കടന്നതെന്തേ കുട്ടനാട്ടുകാരി. ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ, ആലപ്പുഴ പട്ടണത്തിൽ